അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വിശുദ്ധ ഖുർആനിലെ സൂറ ഇബ്രാഹിമിൽ 35-ാം വചനത്തിൽ പ്രകാരം കാണാം, വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. അഥവാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, എൻ്റെ രക്ഷിതാവേ, ഈ നാടിനെ അഥവാ മക്കയെ നീ നിർഭയത്വമുള്ളതാക്കി മാറ്റണം. അതുപോലെ തന്നെ എന്നെയും എൻ്റെ സന്തതികളെയും വിഗ്രഹങ്ങളിൽ നിന്ന് അകറ്റി നിർത്തണമേ. അസ്ലാം എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങൾ എന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. സെമിറ്റിക് മതങ്ങളെല്ലാം അംഗീകരിക്കുന്ന അബ്രഹാം പിതാവ്, അബുൽ അംബിയ അഥവാ അംബിയാക്കളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഉലുൽ അസ്മുകളിൽപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം പോലും ഷിർക്കിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് ശരണം തേടുകയാണ്. ഷിർക്ക് കടന്നു വന്നത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലാണ് ചരിത്രത്തിൽ. അങ്ങനെ അന്ന് ആ സമുദായത്തെ അള്ളാഹു നാമാവിശേഷമാക്കിയപ്പോൾ, അഥവാ തൂഫാൻ നൂഹിലൂടെ അത് തകർന്നടിഞ്ഞപ്പോൾ അതുകൊണ്ട് അവസാനിക്കുമെന്ന് കരുതിയ ആളുകൾക്ക് തെറ്റി. പിന്നീട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലും ഷിർക്ക് കടന്നു വന്നു. ബാബുലോണിയയിലാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായത്. അതേ സ്ഥലത്ത് തന്നെയാണ്, അതേ ബാബുലോണിയയിൽ തന്നെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായിരുന്നത്. ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ്. പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഷിർക്ക് കടന്നു വന്നു. എന്നാൽ മക്ക ഫത്തഹിന് ശേഷം മുസ്ലിം സമുദായത്തിൽ പിന്നെ ഷിർക്ക് ഉണ്ടാവുകയില്ല എന്ന് ഒരിക്കലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. കാരണം നമുക്കറിയാം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം, ലാ തഖൂമു സ്സാഅതു ഹത്താ തൽതരിബ അലയാതു നിസാഇ ദൗസി അലാ ദിൽ ഖലസ. ഹൗല ദിൽ ഖലസ എന്നും വന്നിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്, സ്വഹീഹ് മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണ്, മുത്തഫഖുൻ അലൈഹിയായി വരുന്ന ഒരു ഹദീസാണ്. ഈ ഹദീസിൽ പറയുന്നത് ദുൽ ഖലസ അഥവാ ദൗസ് ഗോത്രക്കാർ ആരാധിച്ചിരുന്ന അന്നത്തെ ഒരു വിഗ്രഹം, ആ വിഗ്രഹത്തിന് ചുറ്റും ദൗസ് ഗോത്രത്തിലെ സ്ത്രീകൾ വലയം ചെയ്യുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്നാണ്. അള്ളാഹു നമ്മളെ എല്ലാവിധ ശിർക്കിൽ നിന്നും കാത്തു രക്ഷിക്കട്ടെ. ഒരിക്കലും അവൻ മാപ്പ് തരാത്ത ശിർക്കിൽ നിന്ന് രക്ഷ തേടാൻ നമുക്ക് അള്ളാഹുവോട് പ്രാർത്ഥിക്കാം. ഇൻഷാ അല്ലാഹ്. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി